ഇന്ന് ഋതുവിന്റെയും ഇന്ദ്രന്റെയും വിവാഹമാണ്. ഇന്ദ്രൻ വിചാരിച്ചിരിക്കുന്നത് ഋതുവിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പൊന്നുമടത്തിലെ മരുമകനാകാൻ സാധിക്കും. അതോടുകൂടി ആ കുടുംബത്തിലെ എല്ലാവരുടെയും ജീവിതങ്ങൾ തകർക്കാം. അതാണ് ഇന്ദ്രന്റെ ലക്ഷ്യം. പ്രത്യേകിച്ച് പല്ലവിയുടെയും സേതുവിന്റെയും വിവാഹം നടക്കാതിരിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക, ഇതാണ് ഇന്ദ്രന്റെ ലക്ഷ്യം. എന്നാൽ ഇത് ഇന്ന് സേതുവിനോട് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ സേതു തിരിച്ച് ഇന്ദ്രനോട് ഒരു കാര്യം പറഞ്ഞു. ഇന്ദ്രൻ, നിന്റെ മനസ്സിലെ വിചാരം നീ ഋതുവിനെ വിവാഹം കഴിച്ചാൽ ഉടൻ തന്നെ പിന്നെ നിനക്ക് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തി എടുക്കാം എന്നാണ്. എന്നാൽ നീ ഇപ്പോ ഈ ജീവിതത്തിൽ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുമ്പോൾ ഋതുവിനെ വിവാഹം കഴിക്കുന്നതാണ്. പല്ലവിയെ സ്വന്തം ഏട്ടത്തിയായിട്ട് ഇപ്പൊ വിവാഹം കഴിഞ്ഞില്ലെങ്കിലും ഋതു ഏട്ടത്തിയായിട്ട് കരുതി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പല്ലവിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് ഋതു തീരുമാനിച്ചത്. പക്ഷേ ഇതോടുകൂടി സേതു പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാവുകയാണോ? തന്റെ ശത്രുവായിട്ട് ഇപ്പൊ ഋതു മാറുകയാണോ? തന്നെ തകർക്കാനായിട്ടുള്ള ഒരു ആയുധമാണോ ഋതു എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇന്ദ്രന്റെ മനസ്സിലെത്തി. അതുകൊണ്ട് ശരിക്കും ആ ഒരു വിവാഹം മുടക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്നുണ്ട്. ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇനി ഇന്ദ്രന്റെ തുറുപ്പ്, സേതുവിനെ തകർക്കാനായിട്ട് ഇന്ദ്രന്റെ കയ്യിലുള്ളത് ഋതു എന്ന തുറുപ്പ് ചീട്ടായിരുന്നു. എന്നാൽ സ്വയം തകരാനായിട്ട് തന്നെയാണ് ഋതുവിനെ ഇന്ദ്രൻ വിവാഹം കഴിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കും? പല്ലവിയുടെയും സേതുവിന്റെ വിവാഹം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം.